ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിന്യൂസ് ടിപ്സിലേക്ക് സ്വാഗതം. കുരുമുളക് ഇട്ട് വരട്ടിയ നല്ല ഒന്നാന്തരം രുചിയുള്ള മട്ടൺ വരട്ടിയതാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് 400 ഗ്രാം മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3-4 പച്ചമുളക് ചതച്ചതും 10-15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ നിറച്ച് സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ നമുക്കിത് മാറ്റിവെക്കാം. ചൂട് സമയം ആയതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റിവെക്കാം. മാരിനേറ്റ് ചെയ്തെടുത്ത മട്ടൺ ഒരു കുക്കറിലേക്ക് ഇട്ട് 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വേകാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. മട്ടൺ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി നിപ്പുണ്ട് കേട്ടോ. ഇതിൽ മട്ടണിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് ഈ ഗ്രേവിയുടെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടി വരുമ്പോൾ 1 കപ്പ് ചെറുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാക്കൊത്ത് നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനി വഴറ്റി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി വഴറ്റി ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന പാകത്തിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മട്ടൺ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. മട്ടൻ്റെ ഈ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതൊരല്പം സ്പൈസി ആയിരിക്കും. എരിവ് കുറച്ച് മതിയെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 4-5 മിനിറ്റ് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ശേഷം അടപ്പ് തുറന്ന് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഇളക്കി ഒരു 2 സെക്കൻഡ് കൂടെ ഞാനൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ആ ഇലയുടെ ഫ്ലേവേഴ്സൊക്കെ കറിയിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അടപ്പ് തുറന്നെടുത്താൽ നല്ല ഒന്നാന്തരം ടേസ്റ്റിലുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ മട്ടൺ റെഡിയായി കേട്ടോ. കൂടുതൽ നല്ല നല്ല ഫുഡ് റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.